പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന റിസോർട്ടിലെത്തിയതിന് ശേഷം കനകയെ വിളിച്ചിട്ട് റിസോർട്ടിലെത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാണ് കേട്ടോ. ആ സമയത്ത് കനകയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇതൊന്നും കേട്ടിട്ട് കനകയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്തോ പ്രശ്നമുണ്ട്. ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയാണ്. ഞങ്ങളുടെ ഓരോരോ സന്തോഷത്തിലും അമ്മ എന്തോരം സന്തോഷിക്കുക എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ അമ്മയുടെ ശബ്ദത്തിൽ എന്തോ ഒരു സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ ഒന്നുമില്ലടാ എന്ന് പറയുകയാണേ. എന്താ അമ്മേ, പലിശക്കാരൻ വീട്ടിൽ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ല മോളെ, നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും അച്ഛനും ഇല്ലേന്ന് പറയുമ്പോൾ അമ്മേ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മ അത് പറയണമെന്നും എനിക്കറിയണം അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കനകയ്ക്ക് അവസാനം പറയാതിരിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാവാണ്. എന്നിട്ട് കനക പറയുന്നുണ്ട്, ലക്ഷങ്ങൾ മേടിച്ചിട്ട് ആകെ 1,00,000 രൂപ തന്നതിന് ശേഷം ഞങ്ങളെന്താ തട്ടിക്കളിക്കുകയാണോ? 10 ദിവസത്തിനുള്ളിൽ മുഴുവൻ പണം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആളെ വിട്ടിട്ട് നിങ്ങളെ വീട് ഒഴിപ്പിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ. അമ്മ എന്തിനെ പേടിക്കുന്നത്, ഞാനില്ല ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മോളെ എന്ന് ചോദിച്ചും കൊണ്ട് കനക ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ ഭയങ്കര സങ്കടമാവുന്നുണ്ട് നയനയ്ക്ക്. തുടർന്ന് നയന ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അന്ന് ആ പലിശക്കാരൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, ഈ വീട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം മൊത്തം കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞതിനെക്കുറിച്ചും, അത് കഴിഞ്ഞിട്ട് അന്ന് 1,00,000 രൂപ കൊടുത്തിട്ട് നയനയുടെ അച്ഛൻ നയനയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത്. നീ ഈ വീടിൻ്റെ മാനം കാത്തവളാണ്, എൻ്റെ അമ്മയെ പോലെയാണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, 6 മാസത്തിനകം നിങ്ങൾക്ക് കിട്ടാനുള്ള പണം മൊത്തം ഞാൻ തിരിച്ചു തരും. ലക്ഷക്കണക്കിനുള്ള കടം എങ്ങനെയാണ് 10 ദിവസം കൊണ്ട് അടച്ചു തീർക്കാൻ വേണ്ടി പറ്റുക? മുത്തശ്ശൻ്റെ സന്തോഷപ്രകാരമാണ് എല്ലാവരും ഈ റിസോർട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരാഴ്ച എടുക്കും. അതിനുശേഷം എങ്ങനെയാണ് പണം ഏർപ്പാടാക്കാൻ വേണ്ടി പറ്റുക? ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയും ആ വീട് വിട്ട് ഇറങ്ങരുത്. അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സും വേദനിക്കാൻ വേണ്ടി പാടില്ല. എങ്ങനെയാണ് ഈ 10 ദിവസം കൊണ്ട് ഞാൻ ആ പണം കൊടുക്കുക എന്ന് പറഞ്ഞത് കൊടുത്തു തീർക്കുക? അതിന് ദൈവമേ നീ തന്നെ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ആദർശ് പുറത്തിങ്ങനെ ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ ഡിസൈനൊക്കെ നോക്കിയിട്ട് പവിത്രനെ വിളിക്കുകയാണ് കേട്ടോ. പവിത്ര, ഇത് എന്ത് ഡിസൈനാണ്? നീയൊക്കെ എന്ത് ഡിസൈനറാണ്? മാർക്കറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഡിസൈൻസ് എന്താണെന്നുള്ള കാര്യം നിനക്കറിയോ? നീ കുറച്ചെങ്കിലും അപ്ഡേറ്റഡ് ആവണം. ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ ഞാൻ വന്നിട്ട് ഇനി കറക്ഷനൊക്കെ ചെയ്തു തരണോ? ഇത് കേട്ടും കൊണ്ട് അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട് കേട്ടോ. പിന്നെ നീ എന്തിനാ ഡിസൈനറാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്? നിനക്ക് വെറുതെ ശമ്പളം തരുന്നതൊക്കെ വേസ്റ്റ് ആണല്ലോ. കസ്റ്റമറിൻ്റെ അടുത്ത് ആരാണ് മറുപടി പറയാൻ വേണ്ടി പോകുന്നത്? യൂസ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭിത്തിയിൽ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നീയൊക്കെ വെറും വേസ്റ്റ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത്, സാർ ഞാൻ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയാണ്. എപ്പോൾ? തുടർന്ന് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മുത്തശ്ശൻ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ചത്തേക്ക് എല്ലാവരും റിസോർട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബിസിനസ് വിഷയങ്ങളെല്ലാം അച്ഛനും ചെറിയച്ഛനും കൂടി നോക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ. പക്ഷേ ആദിശേട്ടൻ ഇവിടെ വന്നിട്ടും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുകയാണല്ലോ. ഇവിടെ നിന്നിട്ടും ടെൻഷൻ അടിക്കുകയാണല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരക്ഷരം പോലും മിണ്ടി പോരുത്, ഇന്ന് നൈറ്റിനുള്ളിൽ ഡിസൈൻ റെഡി ആയിരിക്കണമെന്ന് ആദർശ് പവിത്രയുടെ അടുത്ത് പറയുകയാണേ. ഫോൺ വെച്ചതിന് ശേഷം ആദർശിൻ്റെ അരികിലേക്ക് നയന ചെല്ലുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടില്ലെങ്കിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇത് നോക്ക് നയന, ഞാൻ ഭയങ്കര ടെൻഷനിലാണുള്ളത്. ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്തൊന്നും സംസാരിക്കരുത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും, വേഗം ഒഴിഞ്ഞു പോ. ഇത് കേട്ട നയന, എനിക്കങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം പറഞ്ഞിട്ടേ പോവുള്ളൂ. നയന, ദയവ് ചെയ്തിട്ട് എന്നെ തനിയെ വിട്ടിട്ട് നീ പോ. ഞാൻ ഓഫീസ് വിഷയങ്ങളിൽ ആകെ തലപ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളങ്ങനെ തനിയെ വിട്ടിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ, നിനക്കെന്താ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പം എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഞാൻ എന്ത് ചെയ്തു എന്നാണ്? മുത്തശ്ശൻ എന്തിനാ ഇങ്ങോട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്? ഒരാഴ്ച എല്ലാവരും റിലാക്സ് ചെയ്തിട്ട് ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് മുത്തശ്ശൻ കൂട്ടിയിട്ട് വന്നത്. ഇവിടെയും മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് എല്ലാവരെയും കടിച്ചു മുറിച്ച് കയറാനുള്ള ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ദേഷ്യപ്പെട്ടാലും എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. അത് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. എന്താ നീ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആദ്യം ഈ ലാപ്ടോപ്പ് എടുത്തിട്ട് മൂടിയിട്ട് ഞാൻ കബോർഡിനകത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളിത് തൊടണ്ട എന്ന് പറയുന്ന സമയത്ത് ആദർശിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ലാപ്ടോപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ മേലെ പിടിക്കുകയാണ്.
നിങ്ങളെന്തായാലും ഇനി ഇതിൽ കളിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കാതിരിക്കരുത്. റെസ്റ്റ് എടുക്കുക തന്നെ വേണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നീ ലാപ്ടോപ്പിൽ നിന്ന് കൈയെടുക്കുമെന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഇതിൽ എന്തോരം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ? നീ ഒറ്റയടിക്ക് മൂടുമ്പോൾ അതിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഹാങ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നുള്ള കാര്യം നിനക്കറിയോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണേ. നിങ്ങൾ എന്തിനാണ് എന്നോടത്ത് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എൻ്റെ ലാപ്ടോപ്പിലോ തൊടാനുള്ള ഒരു അധികാരമില്ല. അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് അത് ആരാ തന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം? അല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ ഒന്നും പറയണ്ട, ഞാനിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതല്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ദയവ് ചെയ്തിട്ട് ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ആദർശ്.